മെമ്പർ ചന്ദ്രനൊക്കെ നിൽക്കുന്ന പോലെ അവിടെ പോയി അവരുടെ കൂടെ പോലീസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ക്രൈം നടക്കുമ്പോ ക്രൈമിനെ തടയുക. എന്റെ റിംഗ്ടോൺ കേട്ടോണ്ടോ അണ്ണൻ? ഞാനല്ല. ഇവനാണ് നിന്റെ നാശത്തിന്റെ മെയിൻ കാരണം. അതാ പറഞ്ഞത്, വണ്ടി ഓടിക്കുകയോ ചെയ്യരുത്, തുടരുത്. ഈ ആ വണ്ടി കൊള്ളാലോ, അതാരുടെ വണ്ടി? ഇതെന്ത് സാധനം കിടക്കുന്നേ? ചന്ദ്ര, നീ ആ പഴയ പരിപാടി വീണ്ടും തുടങ്ങിയല്ലേ? ചന്ദ്ര, പീഡി വണ്ടി എടുത്ത് ഗ്യാങ് ഹൗസിൽ കൊണ്ടിട്ടോ നീയാണോ? ഓ അകത്തുണ്ടല്ലേ ആള്? സോറിടാ, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കണം. നീ ഇടയായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ അത് നീയാ ചെയ്തെന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ മിസ്റ്റേക്ക് ഹായ് സാർ, എല്ലാവർക്കും ഹലോ വാസു. ഹായ് സാർ. ഹായ് സാർ, നന്നായിട്ട് പോകുന്നു. ബോഡി ഗാർഡൊക്കെ ആയിട്ട് അയ്യോ ബോഡി ഗണ്ണെടുത്ത് സാർ, അത് നമുക്ക് ഇൻസൈഡ് കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ടായിരുന്നു നിങ്ങൾക്കുള്ളത് പോലെ. അപ്പൊ ഈ ഇടയായിട്ട് നമുക്ക് കുറച്ച് വധഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അവനങ്ങനെ തോക്കൊക്കെ ആയിട്ടാണ്. സോറി സാറെ, പറഞ്ഞു സാറേ. ഞാൻ സാറിനെ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വന്ന് കാണാൻ വേണ്ടിട്ട് ഇരിക്കുവായിരുന്നു സാറേ. കാരണം എന്താ പറയാ, കുറച്ച് ദിവസമായിട്ട് പീഡിയും ടിവിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ച് വൾഗറായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതെ, അത് വന്ന് പറയണമെന്ന് തോന്നി. അത് ആരുടെ സൈഡ് ന്യായീകരിച്ച് പറയണമെന്നല്ല, അത് ഇങ്ങനെ പോണതിൽ താല്പര്യമില്ല സാറേ. അതാണ് വാസു എനിക്കുള്ളത്. ഓക്കെ, അതായത് കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഓക്കെ, ഇപ്പൊ ആരുടെ സൈഡ് നമ്മളെ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അങ്ങനെ ഒരു ടോക്ക് എനിക്കും താല്പര്യമില്ല. അങ്ങനെ പറയാനാണെങ്കിൽ അത് ഈഗോ കൂട്ടത്തേ ഉള്ളൂ സാറേ. ഈഗോ കൂട്ടത്തേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരെയും കുറ്റം പറഞ്ഞ് ഒരാളുടെ കുറ്റം, അടുത്ത ആളുടെ കുറ്റം, മറ്റേയാളുടെ ശരി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അത് ഒരിക്കലും നിക്കത്തില്ല. ഓക്കെ, അത് കണ്ടു ചിരിക്കാൻ കുറെ ആളുകൾ ഉണ്ടാകും. അത് വെച്ച് യൂട്ടിലൈസ് ചെയ്യാനും അതിനെ മുതലെടുക്കാനും കുറെ വ്യക്തികൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് നമുക്ക് അതിനോടൊരു താല്പര്യം. അപ്പോ അത് ഒന്ന് പറഞ്ഞ് നമുക്കൊന്ന് തീർക്കാൻ വേണ്ടി കൂടെ തന്നെയാണ് ഞാൻ വന്നത്. അതിന്റെ കൂടെ വേറൊരു സംഭവം കൂടെ പറയാനുണ്ടായിരുന്നു. ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങള് ആ ഒരു ഏരിയ വിട്ടു. ഓക്കെ, അപ്പൊ അത് വിട്ടപ്പോഴത്തേക്ക് നമ്മൾ ആ ഏരിയയിലുള്ള പ്രശ്നങ്ങളും ഞങ്ങൾ അങ്ങ് വിടുകയാണ്. അതിനകത്തുണ്ടായതും അവിടെ വെച്ച് നടന്നിട്ടുള്ളത് എല്ലാ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അങ്ങ് മറന്നു. ബാക്കിയുള്ള മീൻസ് നമ്മളെ എന്തോ കണ്ണാപ്പി ഒരു കാര്യം ചെയ്ത് അവിടെ പോയി ആ മെമ്പർ ചന്ദ്രനൊക്കെ നിൽക്കുന്ന പോലെ അവിടെ പോയി അവരുടെ കൂടെ ചന്ദ്രനാണ് എല്ലാത്തിലും സംസാരിക്കാൻ. അല്ല, അവനെ നമ്മള് കോഹ്ലിയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റി കേട്ടോ സാർ. അത് എന്താ വെച്ചാൽ ഭയങ്കര ഇറസ്പോൺസിബിൾ ആണ്. ഇപ്പൊ നിങ്ങളുടെ അകത്തൊക്കെ ഈ പണിഷ്മെന്റ് സസ്പെൻഷൻ ഒക്കെ കൊടുക്കുന്ന പോലെ ഒരു ചെറിയ സസ്പെൻഷൻ. ബാബുവാണ് നമ്മുടെ പുതിയ കോഹ്ലിയുടെ. ഇല്ലേ, കുറച്ചു പേര് എന്നാണ് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളുടെ മറ്റേ പണി നടക്കുന്ന ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ മുകളിൽ തൂങ്ങിക്കിടന്ന് പെയിന്റ് അടിക്കുന്ന കണ്ടില്ലേ? അല്ല, ഞങ്ങളുടെ അവിടെ പണിക്കാർ കുറവാണ്, ആരും നോക്കിയിട്ടില്ല. ആക്ച്വലി ഉണ്ടല്ലോ, പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്ലീസ്റ്റ് പുള്ളി ജോലിക്ക് പോകാൻ ഒരു മനസ്സ് കാണിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അതുമൊക്കെ കൺസിഡർ ചെയ്താണ്. ആൾക്കാരെ പറ്റിച്ചും കട്ടുമൊന്നും ജീവിക്കുന്ന കള്ളനല്ല പുള്ളിക്ക് അന്തസ്സായിട്ടൊരു ജോലിക്ക് പോകുന്നുണ്ട്. ആ ജോലി അതൊക്കെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ കോഹ്ലിയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് പോലും. വന്നപ്പോഴത്തേക്ക് മറ്റേ സ്കൂള് തുറന്നപ്പോഴത്തേക്ക് സപ്പോർട്ടീവ് ആയിട്ട് സ്കൂളിന്റെ ടീച്ചറായിട്ട് കുറച്ച് ദിവസം വർക്ക് ചെയ്തായിരുന്നു. അതെ, നല്ല മനുഷ്യനാണ് സാറേ. നമ്മളിപ്പോ അങ്ങനെ ഈഗോ ഒന്നും ഇല്ല മനസ്സിൽ. എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും ആ പുള്ളിയെ നമുക്ക് വേണ്ടി ചെയ്തു തരും. അത് വളരെ പൊളൈറ്റ് ആണ് പുള്ളി ആക്ച്വലി രീതി എല്ലാം. കാരണം മലയാളം പുള്ളിയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളം പ്രോപ്പർ ആയിട്ട് പുള്ളി നമ്മളെ പോലെ മീൻസ് പുള്ളിയുടെ വ്യത്യാസമാണല്ലോ, സ്ലാങ് വ്യത്യാസമാണല്ലോ. എന്നിട്ട് പോലും പുള്ളി വളരെ എൻകറേജ് ആയിട്ട് മുന്നോട്ട് വന്ന് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പൊ സാർ പറഞ്ഞു. അപ്പൊ സാറേ, എനിക്ക് കുറച്ച് കാര്യം പറയാന്ന് വെച്ചാൽ, ഇപ്പൊ എക്സാമ്പിൾ പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഈ കണ്ണാപ്പി പോലത്തെ വാണപ്പന്മാരൊക്കെ പീഡിക്ക് റെസ്പെക്ട് കൊടുക്കാതിരിക്കണത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അത് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ തിരിച്ചും പീഡിയുടെ സൈഡിൽ നിന്നും ആ സംഭവം ഉണ്ട്. അപ്പൊ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഗ്യാങ്ങിലുള്ള മെമ്പേഴ്സിന്റെ അടുത്തും ആ ഒരു ബിഹേവിയർ
അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഞാൻ എന്റെ സൈഡ് മാത്രം ഓക്കെയാണ്, നമ്മൾ കിടിലോ ആയതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഏത് ഓഫീസറിനെ കണ്ടാലും സാറേ എന്ന് വിളിച്ച് സംസാരിക്കുള്ളൂ. ഈവൻ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ കോൺവെർസേഷൻ ആയാലും ഞാൻ സാറെന്ന് വിളിച്ച് തന്നെ സംസാരിക്കാറ്. പക്ഷെ ചില സമയത്ത് ചന്ദ്ര ഒരു മിനിറ്റ്, ചില സമയത്ത് ആക്ച്വലി നമുക്കത് നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടാറില്ല. അത് ഞാനിപ്പോ ഓരോരുത്തരും എടുത്തത് പേരൊന്നും പറയാനില്ല സാർ. മുമ്പ് സാർ പറഞ്ഞതുപോലെ പേര് പറഞ്ഞത് വ്യക്തിഹത്യ ചെയ്യുന്നത് പോലത്തെ ഇതാവും. അപ്പൊ ചില സാറുമാർക്ക് ആക്ച്വലി ഇതിനകത്ത് നമ്മള് ഇപ്പൊ ഗ്യാങ്ങുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള സാറുമാരുണ്ടാവാം. അങ്ങനത്തെ കുറച്ച് സാറുമാർക്ക് ഇത് ഒരു എന്താ പറയാ ഗ്യാങ്ങും ആയിട്ടുള്ള സിറ്റുവേഷൻ, എന്തോ ഒരു ഗ്യാങ് വേഴ്സസ് ഗ്യാങ് സിറ്റുവേഷൻ എന്നുള്ള ഒരു രീതിയിൽ കൺസിഡർ ചെയ്ത് സിറ്റിസൺസിന്റെ അടുത്തും നമ്മുടെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്തും ബിഹേവ് ചെയ്യണ ഒരു രീതിയുണ്ട്. ആ രീതി ആക്ച്വലി അത് കുറച്ച് ഇത് ചെയ്യണം സാർ. കാരണം എല്ലാ ഗ്യാങ്ങിലും എല്ലാ മെമ്പേഴ്സിനെയും ഒരുപോലെ നിങ്ങൾക്ക് റെസ്പെക്ട് തരണമെന്ന് പറഞ്ഞാൽ അത് ചോദിച്ച് മേടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ സാറിനെ പോലത്തെ ഓഫീസേഴ്സിനൊക്കെ നമ്മളത് അറിഞ്ഞു തരുന്നുണ്ട് സത്യം പറഞ്ഞ. അപ്പോൾ എന്താ ഈ ഫാമിലിയിലെയും അങ്ങനത്തെ എല്ലാ മെമ്പേഴ്സും ഇത് ഈ പറയണത് പോലെ അങ്ങനത്തെ കാര്യങ്ങൾ കീപ്പ് ചെയ്യുമ്പോൾ എല്ലാവരുടെ അടുത്തും നിങ്ങൾക്ക് അത് കിട്ടണമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഈ സംസാരമുണ്ട്. ഞാൻ അതുകൊണ്ട് കണ്ണാപ്പിയുടെ പേര് ആദ്യമേ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ സാറ് എന്തായാലും നോക്കണം. ഞങ്ങളിപ്പോ ഒരു പുതിയൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പീഡിക്കകത്ത് ഇപ്പൊ റീസെന്റ് നടന്ന കുറെ കാര്യങ്ങള് ഏതോ ഒരു പീഡി കാരണമായിട്ടാണ് നമുക്ക് ഇത്ര ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ 10-25 ഓഫീസേഴ്സ് കാഷ്വാലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു പീഡി എന്തെങ്കിലും പറയുന്നതിന്റെ റീസൺ കാരണമായിരിക്കും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ 2-3 സിറ്റുവേഷൻ മോണിറ്റർ ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു പുതിയ റൂള് ഇന്റേണലി ഞങ്ങളൊരു റൂള്, അതൊരിക്കലും സിറ്റി സൈഡിൽ നിന്ന് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത റൂൾ അല്ല, ഞങ്ങൾ തന്നെ ഒരു റൂള് ഇനിഷ്യേറ്റ് ചെയ്തു. അതായത് ഏതെങ്കിലും ഓഫീസേഴ്സ് ഏതെങ്കിലും ഒരു സിറ്റിസൺ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ ബിസിനസ്മാൻ ആയിക്കോട്ടെ എന്ത് തരത്തിലുള്ള ആയിക്കോട്ടെ ഫാമിലി ഉള്ള ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, അവരെന്തെങ്കിലും വന്ന് എന്തെങ്കിലും റൂഡായിട്ട് പെരുമാറുകയോ റൂൾസ് വയലേറ്റ് ചെയ്യുക, അതൊരു പീഡി ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് എന്നോടോ, ഞാൻ അവൈലബിൾ ആണെങ്കിൽ എന്നോടോ അതല്ലെങ്കിൽ എന്റെ തൊട്ട് താഴെയുള്ള ഓഫീസേഴ്സോ ഹയർ ഓഫീസറിനോടോ വന്ന് കംപ്ലൈന്റ് ചെയ്യാം. ഇൻസ്റ്റന്റ് ആയിട്ട് ഞങ്ങൾ ആ ഓഫീസറിനെ സസ്പെൻഡ് ചെയ്യും. ഓക്കെ, സസ്പെൻഡ് ചെയ്ത് എൻക്വയറി സ്റ്റാർട്ട് ചെയ്യും. ആ ഇൻസ്റ്റൻസ് മുതൽ അയാള് ഗിൽറ്റി അല്ല എന്ന് അയാള് പ്രൂവ് ചെയ്യണം. അയാൾക്ക് 2 ദിവസം സമയമുണ്ട്. അയാൾക്ക് എന്ത് പ്രൂഫും കൊണ്ട് കാണിക്കാം. കാരണം എല്ലാവരുടെ കയ്യിലും ബോഡി ക്യാംസ് ഉള്ളതാണ്. അയാൾ അത് ചെയ്തിട്ടില്ല. കാരണം നമുക്കിപ്പോ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചില സിറ്റിസൺസ് ഇത് വെച്ച് മുതലെടുക്കും. ഓക്കെ, ചെയ്യാത്ത കുറ്റം ചില ഓഫീസറിന്, പക്ഷെ ചിലത് കറക്റ്റ് ആയിരിക്കും, വാലിഡ് ആയിരിക്കും ആ ഓഫീസർ ചെയ്ത കാരണം. അപ്പോൾ അയാൾ അത് പ്രൂവ് ചെയ്യുക. ഒരു കമ്മീഷൻ, നമ്മൾ എൻക്വയറി കമ്മീഷൻ ഇട്ട് കഴിഞ്ഞാൽ അയാൾ പ്രൂവ് ചെയ്യുക. അയാൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം അത് എക്സ്റ്റെൻഡ് ചെയ്ത് എന്താണോ പണിഷ്മെന്റ് അതങ്ങ് പോകും. അപ്പൊ സാറ് സിറ്റിയിലെ ഇവിടെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പീഡിയയിൽ കളിക്കുന്ന എല്ലാവർക്കും ബോഡി ക്യാം മസ്റ്റ് അല്ലേ? ബോഡി ക്യാംസ് ഉണ്ട് എല്ലാവർക്കും. അത് അലൗഡ് ആയിട്ടുണ്ട് നമ്മൾ. അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വന്ന് അങ്ങോട്ട് പറയാം. ഓക്കെ, എന്ത് കാര്യം ഏതെങ്കിലും ഒരു ഓഫീസർ അതിപ്പോ ചില സമയത്ത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ റോഡിൽ കൂടെ പോവുകയായിരിക്കും, ഏതെങ്കിലും ബാങ്കോ വല്ലയിടത്തും റോബറി നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഓഫീസർ അവിടെ അകത്തൊരു ഹോസ്റ്റേജ് ഇരിപ്പുണ്ട്, അയാൾക്ക് ഒരു റെസ്പെക്ട് കൊടുക്കാതെ ആ റോബേഴ്സിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഭയങ്കര വാക്കുകൾക്കുമായിരിക്കും. ഓക്കെ, അകത്തിരിക്കുന്ന ഹോസ്റ്റേജിന്റെ കാര്യം പോലും ശ്രദ്ധിക്കാതെ അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഈ റോൾ ഇങ്ങനെ അറിയാവോ, ഇങ്ങനെയാണ് റൂള് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്റ്റേജിന്റെ വാല്യൂ കൊടുക്കാതെ നിന്ന് സംസാരിക്കുന്ന ഒരു ഓഫീസറിനെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് വന്ന് ഞങ്ങളുടെ റിപ്പോർട്ട് ചെയ്യാം. നല്ല കാര്യമാണ് സാർ, നല്ല കാര്യമാണ്. ഓക്കെ, കാരണം നമുക്ക് ഇപ്പം റീസെന്റ് വരുന്ന എല്ലാ ഇഷ്യൂസും ഞങ്ങൾ മോണിറ്റർ ചെയ്തു. ഇവിടുത്തെ കുറെ ഫാമിലീസ് ഞങ്ങൾ നോക്കിയായിരുന്നു. ഒന്ന് TVA, പിന്നെ ഒന്ന് ഇവിടുത്തെ KVA, SRRA, CID. അപ്പോൾ ഈ ഒരു 4 ഫാമിലിയെ ഞങ്ങള് ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിർത്തി സംസാരിക്കാൻ വേണ്ടി ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. KVA എന്ന് കാണാൻ പറ്റിയില്ല. ആദ്യം വിളിച്ചത് നിങ്ങളായിരുന്നു. കാരണം നമുക്കിപ്പം റീസെന്റ് ആയിട്ട് 3-4 ഇഷ്യൂസ് ഉള്ളത് നിങ്ങളായിട്ടായിരുന്നു. അപ്പൊ ഞങ്ങളത് അനലൈസ് ചെയ്തപ്പോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ പുറത്തുണ്ടാകുന്ന കാര്യങ്ങളായത്, അല്ലാതെ വേറൊരു ഗ്രഡ്ജോ അതല്ലാതെ വേറെ ഒരു പ്രീവിയസ് ഹിസ്റ്ററിയോ ഒന്നും നമ്മൾ തമ്മിൽ ഇല്ല. ആക്ച്വലി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തോ ഒരു 1-2 ആളുകൾ കാണിക്കുന്നത് കാരണം അപ്പുറത്തുള്ള ഒരു കംപ്ലീറ്റ് ആളുകളും ഇപ്പുറത്തുള്ള ഒരു 10-20 എണ്ണവും തമ്മില് ഒരു ഈഗോ ഉണ്ടാകുന്നു. അതിന്റെ പേരിൽ എനിമിറ്റി ഉണ്ടാകുന്നു. അതിന്റെ ഗ്രഡ്ജ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി വേറെ തലത്തിലോട്ടൊക്കെ എത്താൻ തുടങ്ങിയത്. തൊട്ടാനും പിടിച്ചതിനെല്ലാം അതൊരു അടി എന്നൊരു മെത്തേഡിലോട്ട് മാത്രം, സംസാരം എന്നൊരു സാധനം 0% ആയി മാറി. കമ്മ്യൂണിക്കേഷൻ എന്നൊരു സാധനം 0 ആയി. അവിടെ വന്നു കഴിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തോക്കെടുത്ത് അടിയുള്ളത്. അപ്പൊ നമ്മള് ഈ തോക്കെടുക്കുന്നതിന് ഉൾപ്പെടെ ഞങ്ങൾ പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അത് ഞങ്ങളുടെ ഇന്റേണൽ കാര്യങ്ങളാണ്. അവർക്ക് ഇനി അനാവശ്യമായിട്ടുള്ള ഒരു സാധനത്തിനും അങ്ങനെ ഇറങ്ങിപ്പോയി കാരണം നമുക്കൊരു ഹയറാർക്കി ഉണ്ട് പീഡിക്കകത്ത്. ആ ഹയറാർക്കി കീപ്പ് ചെയ്ത് തന്നെ ഇനി അങ്ങോട്ട് പോകും.
അതായത് ഒരാള് പറഞ്ഞ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. അവിടെ നല്ല കാര്യമാടാ, സീരിയസ് ആയിട്ട് പറയാൻ ഇവരത് അക്സെപ്റ്റ് ചെയ്ത് വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, കാര്യം എന്താന്ന് അറിഞ്ഞിട്ട്. ഈവൻ ദോ രണ്ട് സൈഡിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അവര് സംസാരിക്കാൻ ഇത് കാണിച്ചല്ലോ, അത് വലിയ കാര്യമാണ്. റെസ്പോൺസിബിൾ പേഴ്സൺസ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഞങ്ങൾക്ക് വേണം. ഉറപ്പായിട്ടും സാർ. ഞാൻ പറയാമല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ പീഡിയുടെ അടുത്ത് അങ്ങനെ റിവലറി ഒന്നുമല്ല സാർ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ പറയാം, എന്റെ സൈഡിൽ കംപ്ലീറ്റ്ലി നീറ്റ് എന്നുള്ളതല്ലേ, ടിവിയുടെ സൈഡിൽ എല്ലാവരും ഭയങ്കര ഡീസെന്റ് ആയിട്ട് സംസാരിച്ച്, അത് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ ഈ സിറ്റുവേഷൻ ട്രിഗർ ആയിട്ട് മാക്സിമം ഉള്ള, അതായത് കണ്ണാപ്പി അവിടെ നിന്ന് കുണ്ണത്തരം കാണിച്ച് അടിച്ച് തിരിക്കുവേ. അപ്പൊ ഇത് ഇങ്ങനെ കുറെ ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് അത് കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങളായിട്ട് ഒന്ന് സംസാരിക്കാനും, ഈ പറയുന്ന സാറ് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ അവിടെ കട്ട് ഓഫ് ആയി. അത് പറഞ്ഞാൽ കഴിഞ്ഞ സിറ്റുവേഷനിലാണ് ഞാൻ സത്യം പറഞ്ഞ പീഡിയായിട്ടൊരു സിറ്റുവേഷൻ ഇത്രയും ദിവസത്തിൽ ഇന്നലെ ആയിരുന്നു ഞാൻ ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. ഞാൻ പോലും അങ്ങനെ ഗണ്ണെടുത്ത് അങ്ങനെ പെട്ടെന്ന് പീഡിയെ കാണുമ്പോൾ എടുത്ത് അടിക്കാറില്ല സാർ. പക്ഷെ ഇന്നലെ ഞങ്ങൾ അത് ചെയ്യേണ്ട വന്നു. അങ്ങനത്തെ സിറ്റുവേഷനിലായിപ്പോയി ഇന്നലെ. ഞങ്ങൾക്ക് അങ്ങനെ ഗ്രഡ്ജ് ഒന്നുമില്ല. ടിവിയുടെ സൈഡിൽ നിന്ന് ഇനി അങ്ങനെ വന്ന് പീഡിയെ ഇന്റൻഷനലി ചൊറിയാന്നുള്ളൊരു സംഭവം വരാതെ ഞാൻ നോക്കിക്കോളാം സാർ. അപ്പോൾ ഈ ഒരു സാധനം ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. നമുക്ക് മാത്രമല്ല സാർ, ബാക്കിയുള്ള ഗ്യാങ്സിന്റെ ഒപ്പീനിയനും കൂടെ ഒന്ന് എടുത്തു നോക്കും. എല്ലാവരോടും ഞങ്ങൾ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇവിടത്തെ എല്ലാ ഫാമിലീസിനോട് കണ്ട് സംസാരിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പോലീസ് എന്ന് പറയുന്നത് ആരെയും കൊല്ലാനോ ഇതൊന്നും അല്ല. ഇവിടെ പോലീസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ക്രൈം നടക്കുമ്പോൾ ക്രൈമിനെ തടയുക, അല്ലാതെ ആ വ്യക്തിയെ ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു മെത്തേഡ് അല്ല സത്യത്തില്. അത് പക്ഷെ ഇവിടെ ആ ഒരു മൊറാല് വിട്ട് കുറച്ച് മുന്നോട്ട് പോയി. ആക്ച്വലി ഇപ്പോ ഇന്നലത്തെ ഒരു സിറ്റുവേഷൻ തന്നെ സത്യം പറഞ്ഞ അതിനകത്ത് സത്യം പറഞ്ഞ ഇന്നലെ ഞങ്ങളുടെ പീഡിക്കകത്തുള്ള വ്യക്തികളല്ലായിരുന്നു ആ പ്രശ്നങ്ങൾ. പീഡിക്കകത്തല്ലാത്ത ഒരു വ്യക്തി ഒരു ട്രക്ക് കൊണ്ടുവരികയും ആരോ ട്രക്ക് എടുത്തുകൊണ്ട് വരികയും അതിനകത്ത് പീഡി വണ്ടിയെ പിറ്റ് ചെയ്ത് എടുത്ത് കളയുകയും ചെയ്തു. അപ്പൊ പീഡി പുറത്തിറങ്ങി. ആ പീഡിയുടെ തെറ്റാണ്. കാരണം പീഡിക്ക് ബാക്കപ്പ് വിളിച്ച് പീഡിയുടെ ഓഫീസറിന്റെ വണ്ടി കയറി വരണം. അത് വരാതെ ആ ഓഫീസർ എന്ത് ചെയ്തു, ആ ട്രക്കിൽ കയറി. ട്രക്ക് ഡ്രൈവർ ബുദ്ധിപരമായിട്ട് പീഡി കൊണ്ട് ഇറക്കി വിട്ടപ്പോ അവിടെ കളി മാറി. സാർ, ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോ സാറേ, ഒരാള് ട്രക്ക് കൊണ്ടുവന്ന് ട്രക്കിൽ നിങ്ങളെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ആൻഡ് നിങ്ങളുടെ പരിസരത്ത് മാത്രം ഇട്ട് വണ്ടി ഇട്ട് കളിക്കുന്നു. ഉടനെ നമ്മൾ അവനെ വെടിവെച്ചപ്പോ പീഡി ഇറങ്ങി ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ നമുക്കത്, നമ്മൾ വെളിയിൽ നിന്ന് കണ്ടപ്പോ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ കണക്റ്റഡ് ആയി. നമ്മൾ ഔട്ട് സൈഡ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തു. അത് വല്ല ചിന്തിച്ച് അത് അങ്ങനെ കൊണ്ടുപോയി. അത് നമ്മളിപ്പം നിങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളാണെങ്കിൽ അതുപോലെ കരുതുള്ളൂ. ഞങ്ങളിപ്പോ നിങ്ങളൊരു വണ്ടി കൊണ്ടുവന്ന് അവിടെ ഇതാക്കിയിട്ട് നിങ്ങളുടെ ആളുകൾ ഇറങ്ങി സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് കരുതും, നിങ്ങളും ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അടിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു മെത്തേഡാണ്. സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വൾഗറാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മെത്തേഡ് വരും. അത് ഞങ്ങൾക്ക് ഇന്നലെ രാത്രി നല്ല രീതിയിൽ ഞങ്ങൾ അനലൈസ് ചെയ്തു. അത് അനലൈസ് ചെയ്തതിന്റെ ഒരു ഭാഗമാണ് ഇന്നൊരു തീരുമാനം ഇങ്ങനെ എടുക്കാനുള്ള കാരണം മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്നും, അത് മീൻസ് സിറ്റിക്കകത്ത് ഇഷ്യൂ, നമ്മളിപ്പോ എന്തായാലും നമ്മളിപ്പോ അങ്ങോട്ട് പോകുമ്പോൾ ചില സമയത്ത് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. അത് സ്വാഭാവികം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇഷ്യൂ ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല. ഏത് ഫാമിലി ആയിട്ട് ഏത് പീഡി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും. റോബറീസ് നടക്കും, അടി നടക്കും. പക്ഷെ അത് അവിടെ തീരണം. സത്യം പറഞ്ഞ അത് കഴിയുമ്പോൾ അവിടെ തീരണം. അതല്ലാതെ അത് ഉപയോഗിച്ചുകൊണ്ട് അത് മറ്റുള്ളൊരു യൂട്ടിലൈസ് ചെയ്ത് അതിനെ വൾഗറാക്കി പോകുന്ന ഒരു എൻഡന്റ് വരെ പോവാൻ നമ്മൾ അനുവദിക്കരുത്. പക്ഷെ അത് ഇവിടെ നടന്നു ആക്ച്വലി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇറങ്ങി മുന്നോട്ട് വന്നത്. മനസ്സിലായി സാർ, മനസ്സിലായി. എന്തായാലും അത് വന്ന് സംസാരിച്ചതിന് റെസ്പെക്ട് സാർ. അത് നമ്മുടെ സൈഡിൽ നിന്ന് ഇനി അങ്ങനൊന്നും ഉണ്ടാവാതെ ഞാൻ എന്തായാലും നോക്കിക്കോളാം സാർ. ഓക്കെ വാസു. പിന്നെ ഒരു കേസ് ഞങ്ങൾ ആ ലൊക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു. കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ പുതിയ പീഡി എവിടെയാണ്? 8090 8090. യു ഗൈസ് ആർ വെൽക്കം ടുഡേ. ഇന്ന് ഫുൾ ആൻഡ് ഫുൾ ഓപ്പൺ ആക്കിയിട്ടൊക്കെയാണ് ഞങ്ങള്. ഇന്ന് വരെ ഞാൻ വർക്ക് ചെയ്ത പല സിറ്റികളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒന്നും കാണാത്ത ഒരു രീതിയിലാണ് നമ്മുടെ സിറ്റി ആർക്കിടെക്ചർ ആ കെട്ടിടം കെട്ടിയിരിക്കുന്നത്. ഒരു ഏകദേശം 7 നിലയോളം ഉണ്ട്. ഇല്ല ചന്ദ്ര, പൊളിക്കാൻ സമയം എടുക്കില്ല. അത്രയ്ക്ക് നല്ല കെട്ടാണ് കെട്ടിയിരിക്കുന്നത്. ഓക്കെ, അതായത് അണ്ടർഗ്രൗണ്ട് 2 നിലയും ബാക്കി 5 ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ 5 നിലയായിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അതായത് സിറ്റിസൺസ് വരുമ്പോ അവർക്ക് ഇരിക്കാനും നിൽക്കാനും നടക്കാനും പണ്ടത്തെ പോലെ ഒരാളോട് നമ്മളിപ്പോ മാറ്റി നിർത്തി സംസാരിക്കുമ്പോൾ പണ്ടൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് റൂമിൽ നിന്നാലും നമ്മൾ പറയുന്നത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യം പറയും. ഫോർ എക്സാമ്പിൾ വാസുവിനെ വിളിച്ച് വാസുവിനോട് മാത്രം പറയേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ അത് നാട്ടുകാർ മൊത്തം അറിയും. സത്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഞാൻ ഒരു വ്യക്തിമാണ് സാർ അതിന്റെ. കാരണം അന്നത്തെ DNA കേസിൽ സാർ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ഇവിടുത്തെ മീഡിയക്കാരും ഇവിടുത്തെ കണ്ണനും മടകോട്ടനും എല്ലാം കേട്ട് പത്രത്തിൽ വരെ വന്ന് ഞാനത് അന്തേത് 2 ദിവസം. പിന്നെ എന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്തിട്ടാണ് ഇതെല്ലാം നാട്ടുകാരെ അറിയിക്കാൻ പറ്റിയത് എനിക്ക്.
അതാണ്. അപ്പൊ നമ്മള് കാരണമായിട്ട് പലവരും ഇപ്പൊ വാസുവിനെ പോലെ തന്നെ പല ആളുകൾക്കും പ്രശ്നം ഉണ്ടായി തുടങ്ങി. നമ്മള് വിളിച്ച് ചോദിക്കുകയാണ് സത്യം പറഞ്ഞ ഇന്നത് നടന്നോ എന്നുള്ളത് എൻക്വയറി നടത്തുന്നതാണ്, അല്ലാതെ ഒരിക്കലും പറയത്തില്ല കുറ്റവാളിയാണെന്ന്. പക്ഷേ ഇവിടത്തെ പത്രം ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ് എന്ത് കിട്ടും. അത് മെയിൻ ആയിട്ട് ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് ഇറങ്ങാം സാർ, ഉറപ്പായിട്ട് ഞങ്ങൾ ഫ്രീ ആകുമ്പോ അങ്ങോട്ട് ഇറങ്ങാം സാർ. ഓക്കെ, ഇന്ന് ഫുള്ള് ഡോർ ഓപ്പൺസ് ആണ്. ഇല്ലെങ്കിൽ വീട് ഞങ്ങൾ ഉണ്ടാവും അവിടെ, ഫുൾ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് കംപ്ലീറ്റ് കയറി എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ സാർ, നമുക്കാണ് ഒരു ഇവന്റ് ഉണ്ടായിരുന്നു, ഒരു ഇവന്റിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ മറ്റേ അടിപ്പരിപാടി, കരോളടി, അത് തന്നെ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുവായിരുന്നു. അപ്പൊ ശരി സാർ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ, ഓക്കെ താങ്ക് യു. വാസു വന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. നേരത്തെ വിളിച്ചു വാസു വന്നു. എല്ലാം നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ബാക്കി ഓഫീസേഴ്സ് സാർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ബാഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇനി മനസ്സിൽ വെച്ചേക്കണ്ട, നമ്മളതൊക്കെ വിട്ടു. ഇനി നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. കമ്മീഷണർ ലൈനിലുണ്ട്. ഞാൻ കേറാം, വരാം. ഓക്കെ സാർ, കമ്മീഷണർ ലൈനിലുണ്ട്, ഓൺലൈനിലാണ്. ഓക്കെ വാസു, അപ്പൊ ഞാൻ അങ്ങോട്ട് ബൈ. ശരി എന്നാ. ഓക്കെ, റേഡിയോയിലാണോ? എടാ ഞാനൊരു കാര്യം പറയട്ടെ, PD ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് ഇത് ചെയ്തിട്ടുണ്ട്. സോ അനാവശ്യമായിട്ട് ഇനി PD ആയിട്ട് സിറ്റുവേഷൻ എടുക്കാൻ ആരും പോകരുത് കേട്ടോ. റേഡിയോയിലുള്ള എല്ലായിടത്തോടാണ് പറയണേ കേട്ടാ. പുള്ളിയോട് പുറത്ത് സംസാരിച്ചായിരുന്നു. ഞാൻ ഇന്നലെ ഞാൻ പുറത്ത് സംസാരിക്കാൻ എനിക്ക് മെസ്സേജ് ആയിരുന്നു, ഞാൻ സമയം കിട്ടിയില്ല. ഞാൻ ഇന്ന് സംസാരിക്കാന്ന് വിചാരിച്ചിരിക്കുക, പക്ഷെ ഇന്ന് ഞാൻ അകത്തിൽ സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അവര് ലൈക്ക് ബാക്കി ആൾക്കാരൊന്ന് POV കാണിക്കണം ഇങ്ങനെ പറഞ്ഞപ്പോ അവരത് വിശ്വസിച്ച ആണല്ലേ. സൈഡിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയോ ബന്നും പാലും ഒക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് കുറെ പേർക്ക്. എല്ലാവന്മാരെ കഴപ്പിനാണ്, നീയൊക്കെ കാണിച്ച കഴപ്പിനാണ് നിനക്കൊക്കെ കിട്ടിയതെന്ന് വിശ്വസിച്ചാൽ ഒരു മിനിറ്റ് എടാ. ഹലോ ബോസ്മറേ, എവിടെ ഗ്യാങ് ഹൗസിലാ? ഫ്രീ അല്ലേ? ഫ്രീ ആണ്, വരാം. നിന്റെ ഇടിപ്പരിപാടിക്ക് ഞാൻ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ എവിടെയായിരുന്നു ലൊക്കേഷൻ? എവിടെയായിരുന്നു? നമ്മള് മിലിറ്ററി ബേസിലാണ്. മിലിറ്ററി പോസ്റ്റൽ കോഡ് എന്ന് പറയുമ്പോ ഇവിടുത്തെ പോസ്റ്റൽ കോഡ് എല്ലാം ചേഞ്ച് ആയി, ശ്രദ്ധിച്ചില്ല? പോസ്റ്റൽ കോഡ് ചേഞ്ച് ആയി, കോസ്റ്റൽ കോഡ് ചേഞ്ച് ആയി, സ്ഥലവും ചേഞ്ച് ആയി. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഫേസ് ചെയ്ത് നിന്നോണ്ടല്ലേ ഇത്ര നാൾ ഇവിടെ മഞ്ഞില്ലാഞ്ഞത്. നേരെ തിരിച്ചു വെച്ചില്ലേ മാപ്പ്? മണ്ടനാണ് നീ. ഇത് ഞാൻ മൊത്തത്തിൽ തിരിച്ചു വയ്ക്കട്ടെ. കറക്റ്റ് മാറ്റി അതെ, ഇന്ന് തന്നെ മാപ്പ് തിരിച്ചു കളഞ്ഞവര് പോസ്റ്റൽ കോഡ് എവിടെ? പോസ്റ്റൽ കോഡ് ഞാൻ ഇപ്പൊ ലൊക്കേഷൻ ഒക്കെ അയച്ചുതരാം. ഓ നല്ല കാര്യം, അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ. കൊറേ പേർക്ക് ബാൻ ഉണ്ടോ? ഓ അയ്യോ, ഞാനോ പറഞ്ഞോല്ലോ ഇത് മറ്റേ ഇപ്പൊ ഇൻഫിനിറ്റി പൂൾ അല്ലല്ലോ. ഇവന്റിന് പോണ്ടേ? ആരും ചോദിച്ചില്ലല്ലോ ഇവിടെ പണ്ടത്തെ കാര്യം. ആണല്ലേ? പിന്നെ എന്തോടാ? ഞാൻ ഒരു കാര്യം പെട്ടെ കണ്ണാപ്പി, നീ മനുഷ്യന്മാരെ പോലെ ഹലോ 5006 എത്തിയേക്കാം. എത്ര മണിക്ക് തുടങ്ങും? നമ്മള് 11 മണിയാകുമ്പോഴേക്കും തുടങ്ങും. 11 മണി, ഞാൻ എത്തിയേക്കാം. ഓക്കെ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ മനുഷ്യന്മാരെ പോലെ എന്ന് സംസാരിക്കുന്നു അന്നേ ഞാൻ നിന്നോട് മര്യാദക്ക് സംസാരിക്കുള്ളൂ. അല്ല എന്നോട് ഇങ്ങനൊക്കെ സംസാരിക്കാൻ വന്നാൽ ഞാൻ ഈ റിംഗ് ടൂൺ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ. ഇന്നലെ നിന്റെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? ഇന്നലെ വരാൻ ഞാൻ എന്ത്? ആരാണാ അവനാ? അണ്ണാ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ എവിടെ ആയിരുന്നു? ഞാൻ ഇവിടെ വീട്ടിൽ ഇല്ലായിരുന്ന. അണ്ണാ പിന്നെ ഇവിടെ ലവൻ സിറ്റി വന്നാട്ടാണ്. ഡിഫോൾട്ട് മതി. ലവൻ സിറ്റി വന്നാ അണ്ണ എന്റെ റിംഗ് ടോൺ കേട്ടോണ്ടോ അണ്ണൻ? ഇല്ല അണ്ണൻ എന്നെ വിളിച്ച 30-20 3090 അല്ലായിരുന്നു നിന്റെ? 3070 അല്ലായിരുന്നു നിന്റെ നേരത്തെ? 3070 അണ്ണ എടുത്ത സമയത്തല്ലേ അടിച്ചു പോയത്. ഇപ്പൊ 30-20 30-70 ആണോ? ഞാൻ ചോദിച്ചത് 3070 അല്ലായിരുന്നു.
പണത്തിന് വേണ്ടി എന്നെ മറന്നു നീ അവന്റെ ഒപ്പം പോയില്ലേ, തങ്കം പോലുള്ള എന്നെ മറന്നു നീ അവന്റെ ഒപ്പം പോയില്ലേ, ഞാൻ പണക്കാരനല്ലെന്നറിഞ്ഞ് നീ അവന്റെ ഒപ്പം പോയില്ലേ, കെട്ടിപ്പിടിച്ചൊരു മുത്ത തന്നിട്ട് നീ അവന്റെ ഒപ്പം പോയില്ലേ, വഞ്ചിക്കാനാണ് പിന്നെന്തിനാണ് എന്നെ നീ ലവ് യു പറഞ്ഞു പറ്റിച്ചത് പെണ്ണേ, ചീ 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 പറ്റിച്ചീ ചീ 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 പറ്റിച്ചീ. എന്താണ് കാണുന്നത്? ഇല്ല കണ്ണ നല്ല രസം, അടിപൊളിയാണ്. നൈസ് നൈസ് നൈസ്. കണ്ണാപ്പിയുടെ റിംഗ് ടൂൺ ഞാൻ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയതാണ്. ചന്ദ്ര എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് പറങ്ങിയിലാണ് എന്താ നല്ല ക്ഷീണം. വന്നേ എടാ, ശരിക്കും കോഹ്ലിയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ നിനക്ക് വിഷമമുണ്ടോ? അല്ല, സത്യസന്ധമായിട്ട് പറയണം. എന്ത് വിഷമമാണ് അല്ല, എനിക്ക്? ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നീ ഇത്ര നാള് ടിവിക്ക് വേണ്ടിട്ട് നിക്ക് ഉണ്ണ ഞാൻ പോരാ. ഹലോ മീനുട്ടി, ഞാനിപ്പോ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ മീനുട്ടി ഒരു 5 മിനിറ്റ് അതങ്ങോട്ട് വിളിക്കാവേ. ഓക്കെ ചന്ദ്ര പോലെ. എടാ ഇല്ല പ്രൈവസിയിൽ സംസാരിക്കാൻ സമ്മതിക്കൂലടാ ഇവനൊന്നും. എടാ മിലിറ്ററി ബേസ് ഇല്ല നിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോ എനിക്ക് ഉറപ്പായിട്ട് ഇത്രയും നാള് ടിവിക്ക് വേണ്ടിയിട്ട് പണിയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ നിന്നെ ടിവിയുടെ കോഹ്ലിയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോ ഒബ്വിയസ്ലി വിഷമം വരും. അത് ഞാൻ അതാണ് ചോദിച്ചത്. അത് നിനക്ക് വിഷമം വന്നോ, നിനക്ക് ഫീൽ ബാഡ് ആകുമെന്ന് എനിക്ക് അറിയണം. വിഷമമുണ്ട്. ഞാൻ ഇത് പറഞ്ഞു വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്ര നാൾ നിന്നുകൊണ്ടുള്ളത് വിഷമമാണ് എന്നും കരുതി നീ മറ്റേ വെളിയിൽ PR വർക്ക്സ് ചെയ്ത് അച്ചിക്കുണ്ണുകളെ വിട്ടിട്ട് എന്റെ ഇവിടെ ചന്ദ്രൻ അടിപൊളി, ചന്ദ്രൻ ഡിഫറന്റ്, ചന്ദ്രൻ പൊളി എന്നൊന്നും പറഞ്ഞ് സ്പാം ചെയ്യിച്ച ഓരോ ദിവസവും നിന്റെ ഇത് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായ? അത് പറയാനാണ് നിന്നെ ഞാൻ അങ്ങോട്ട് മാറ്റി നിർത്തി, ആരും കേൾക്കണ്ടെന്ന് വിചാരിച്ച്. അർഷിത് SS55 ആണോ? അതെ, അതിലൊരെണ്ണം ഞാനല്ല. നീ തന്നെയാണത്, എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ചന്ദ്ര നീ തന്നെ ആലോചിച്ച് നോക്കിയേ, നിന്റെ ഒരു ഡിസിപ്ലിൻ പോയി. സത്യം പറ. നീ ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ ചന്ദ്രൻ അങ്ങോട്ട് വന്നോളാം. അങ്ങോട്ട് വിട്ടോട്ടോ. ചന്ദ്രൻ പറയട്ടെ, നീ പോയി പെട്ടി റെഡിയാക്കി നമുക്ക് പരിപാടി പോണം. ഗ്ലൗസ് ഒക്കെ എന്റെ പഴയ മറ്റേ സാർപ്പാട്ടയുടെ പുതിയത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവനാണ് നിന്റെ നാശത്തിന്റെ മെയിൻ കാരണം. എല്ലാരും ഉമ്പിച്ചപ്പോ അവൻ മാത്രം ഉണ്ടായിരുന്നല്ലോ ഇന്നലെ. എടാ എന്തിനു ഊമ്പിച്ചെന്ന് പറയണത്? അവൻ നിന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ സംഭവിച്ചത്. നിനക്ക് മനസ്സിലായ? എടാ നീ ഇത്രയും നാള് നീ ഗ്യാങ് ഒക്കെ എന്ത് നന്നായിട്ട് നോക്കി അടിപൊളിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കല്ലായിരുന്നു. ഇവൻ വന്നതിന്റെ അന്ന് തൊട്ട് നിന്റെ കുഞ്ഞുകളി ഭയങ്കരമായിട്ട് കൂടി. ചന്ദ്ര നീ ഇപ്പൊ ആലോചിച്ചോക്കെ, പീഡി നമ്മൾ ഇത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയെ സംസാരിക്കാൻ വരുന്ന സമയത്ത് നീ അവിടെ ഇരുന്ന് വലിയ കമന്റ് ഒക്കെ അടിക്കണ. നീ അണ്ണല്ലേ ഡീൽ ചെയ്യണ്ടേ? ഞാൻ തേപ്പുകാരം വരുമെന്ന് വിചാരിച്ചു. എവിടെ ഇന്ത്യ ഓളോട്ടായോ? തോറ്റോ ഇന്ത്യ? ഭാഗ്യക്കാരെ കാണാൻ. അണ്ണാ ഇവനെ സ്ഥാനമോഹി ഉണ്ടല്ലോ, ഈ സ്ഥാനമോഹി കുണ്ണയോ ഇവൻ എല്ലാരും ഇപ്പൊ എന്നോട് പറയണം നന്ദാരത്തിനെ കോഹ്ലിയുടെ ആക്കണം, ഡിസേർവ്ഡ് ആണെന്നാണ് പറയുന്നത്. നീ അവിടെ ഒരു ഫുഡ് വെക്കാൻ കൊടുത്തത് എന്തിനാണ് കൊടുത്തേ? അല്ല നീ ടിവിയുടെ ഫുഡിന് അല്ല ടിവിയുടെ ഫുഡ് എന്തിനാണ് കൊടുത്തത്? നീ അവിടെ പറഞ്ഞ നീ തക്കാൻ കൊടുത്തത് കേട്ട്. അത് സത്യമാണോ മന്ദാരം? കണ്ടവരുണ്ട്. ഇല്ല കണ്ടവരുണ്ട്. നീ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൂട്ടി വെക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ വഴിയൊന്നും ഇല്ല കേട്ടാ. ചന്ദ്ര ഒരു അർജന്റ് ബിസിനസ് മെസ്സേജ് അയക്കാനുണ്ട്. മിസ് യു ഡേ 3.
കട്ടിലെടുക്കാൻ പരിപാടി തുടങ്ങാൻ വേണ്ടി വാ 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 ആരും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ഇതില്ലാന്ന് തോന്നുന്നു കേട്ടാ. പിന്നെ ചന്ദ്ര ഇവര് മാർക്കറ്റിനാന്ന് തോന്നുന്നു. എടാ അത് 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 വിട്ടേരാ അത് നീ അത് മനസ്സിൽ കൊണ്ട് കിടക്കണ്ട. 1, 2, 4 ഞാൻ വേറെ കാര്യം ചോദിക്കുന്ന പറഞ്ഞുണ്ടല്ലോ, പെട്ടെന്ന് ഉള്ള ഇന്നലത്തെ ആ ദേഷ്യത്തില് നീ ഗ്യാങ്ങിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ട്. ഇല്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ തോന്നണ. അല്ല നീ അത് കാര്യം എടുക്കണ, ഞാൻ ഇതായിട്ട് നീ അല്ലാതെ പറഞ്ഞാ മതി. ഇല്ല കുറച്ച് ബർഗർ എടുത്ത്. ബർഗർ അല്ലാതെ വേറെന്തെങ്കിലും? ഇല്ല ഞാൻ അങ്ങനത്തെ ഒരാളല്ലല്ലോ അണ്ണ വിചാരിക്കുന്ന കണക്ക്. കുറച്ച് ഗണ്ണ് മോഷണം പോയായിരുന്നു. ഞാൻ ഇങ്ങനെ അറിഞ്ഞ് ഇന്നലെ അത് സോർട്ട് ചെയ്താണല്ലോ ഇന്നലെ. സോർട്ട് ചെയ്ത അല്ല ഞാൻ ജസ്റ്റ് ഞാൻ സോർട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ, ഒന്നുകൂടെ കൺഫേം വേണ്ടി ചോദിച്ചാ. വിട്ടെ ഇല്ല ഞാൻ നിർത്തില്ല. ഇത് വീണ്ടും അവൻ സമ്മതിച്ചിട്ടില്ല. ബാക്കി നാളെ. അല്ലെങ്കിൽ അണ്ണാ നമ്മളൊന്ന് വീഴുമ്പോ നമ്മളെ പുറകെന്ന് കുത്താൻ കുറെ നാറികൾ കാണുമല്ല. സത്യം അയ്യോ ഞാനത് ഇപ്പൊ ഒരാഴ്ചയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുവാണേ. വീണില്ല, ഞാൻ ടിപ്പിലെത്തിയതേ ഉള്ളു. എന്നിട്ടും കുരയ്ക്കാൻ എത്ര പാട്ടികളായിരുന്നു അറിയാവോ? നാടനും ഹൈബ്രിഡും. ഞാനും ബഗ്ഗായില്ലേ പട്ടികളുണ്ട് പ്രശ്നം. അണ്ണാ കോലീഡർ വന്നില്ലായിരുന്നല്ലോ അണ്ണ ഇന്ന്. അണ്ണ മറ്റേ നിയമിച്ച കോലീഡർ. ഞാൻ അവനെ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞിട്ടിരിക്കാം. തരുമോ? അല്ല ഇവിടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടേ. അപ്പൊ എടാ നമുക്ക് ഒന്ന് പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഇറങ്ങിക്കോ.